ഇറ്റലിയുടെ മധ്യകിഴക്കൻ തീരത്തിനടുത്തുള്ള അബ്രൂസോ മേഖലയിലെ പുരാതന നഗരമാണ് ലാൻസിയാനോ. BC 1281 സ്ഥാപിതമായെന്ന് പറയപ്പെടുന്ന ഈ നഗരം നൂറ്റാണ്ടുകളായി പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രവും സാംസ്കാരിക ഹബ്ബുമായിരുന്നു. ഈ ചരിത്രഭൂമിയിലാണ് ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. 717 മുതൽ 741 വരെ ഇവിടം ഭരിച്ചിരുന്ന ബൈസന്റിയൻ ചക്രവർത്തിയായ ലിയോ മൂന്നാമൻ 730 മതപരമായ ചിത്രങ്ങൾ നശിപ്പിക്കാൻ ഉത്തരവിട്ടുകൊണ്ട് ഒരു ശാസനം പുറപ്പെടുവിച്ച് മതപരമായ ചിത്രങ്ങൾക്കെതിരെ കർശനമായ ഒരു നയം നടപ്പിലാക്കി. ക്രിസ്ത്യൻ ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മൊസൈക്കുകൾ ചുറ്റിക ഉപയോഗിച്ച് നശിപ്പിച്ചു. ക്രൈസ്തവ ചിഹ്നങ്ങളുള്ള ഐക്കണുകൾ തീയിലിട്ട് കത്തിച്ചു കളഞ്ഞു. നിരവധി ഗ്രീക്ക് സന്യാസിമാരെ കൊലപ്പെടുത്തി. തൽഫലമായി നിരവധി ബസീലിയൻ സന്യാസിമാർ ഉൾപ്പെടെ അനേകം മതവിശ്വാസികൾ ഇറ്റലിയിൽ അഭയം തേടി. സിസേറിയയിലെ ബിഷപ്പായിരുന്ന മഹാനായ ബേസിലിന്റെ പാത പിന്തുടരുന്ന ഗ്രീക്ക് കത്തോലിക്ക സന്യാസിമാരാണ് ബസീലിയൻ സന്യാസിമാർ. കത്തോലിക്ക സഭയിലെ മറ്റു സന്യാസ ജീവിതങ്ങളിൽ നിന്ന് ഗ്രീക്ക് കത്തോലിക്ക സന്യാസിമാരെ വേർതിരിച്ചറിയാൻ കത്തോലിക്ക സഭയിൽ മാത്രമാണ് ബസീലിയൻ എന്ന പദം സാധാരണയായി ഉപയോഗിക്കുന്നത്. അങ്ങനെ AD 750 അന്ന് ആൻസാനം എന്നറിയപ്പെടുന്ന ഇറ്റലിയിലെ ലാൻസിയാനോ നഗരത്തിൽ സെന്റ് ലോഞ്ചിനസിന്റെ ആശ്രമത്തിൽ കുർബാനയർപ്പിക്കാൻ വിശുദ്ധ ബേസിലിന്റെ സന്യാസ സമൂഹത്തിൽപ്പെട്ട ഒരു ബസീലിയൻ വൈദികനെ നിയോഗിച്ചു. വിശുദ്ധ കുർബാനയിലെ യഥാർത്ഥ സാന്നിധ്യത്തെക്കുറിച്ചും കത്തോലിക്ക സിദ്ധാന്തങ്ങളെക്കുറിച്ചും ആ സന്യാസിക്ക് സംശയമുണ്ടായിരുന്നു. കുർബാന മധ്യേ ഇതിന്റെ ശരീരമാകുന്നു, ഇതിന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് അപ്പവും വീഞ്ഞും ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളായി മാറുന്ന കൂദാശയുടെ സ്ഥാപക വാക്കുകൾ അദ്ദേഹം ഉച്ചരിച്ചപ്പോൾ ആ നിമിഷം അത്ഭുതകരമായി അപ്പം ജീവനുള്ള മാംസമായും വീഞ്ഞ് രക്തമായും രൂപാന്തരപ്പെട്ടു. അത്ഭുത സ്തബ്ധനായ വൈദികൻ അൾത്താരയിൽ നിന്ന് പൊട്ടിക്കരയുകയും തന്റെ സംശയം ഏറ്റുപറഞ്ഞ് അവിടെ വെച്ച് തന്നെ വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. കുർബാനയ്ക്ക് വന്ന വിശ്വാസികൾ കണ്ടു നിൽക്കെ മാംസം ഒരൊറ്റ ഭാഗമായി തന്നെ നിലനിൽക്കുകയും വീഞ്ഞായി മാറിയ രക്തം 5 ചെറു രക്തക്കട്ടകളായി കട്ടപ്പിടിക്കുകയും ചെയ്തു. അത്ഭുതം സംഭവിച്ച തിരുവോസ്തി മാംസമായതും രക്തക്കട്ടകളും കൃത്യമായി കാണാമായിരുന്നു. നൂറ്റാണ്ടുകളായി ഈ അത്ഭുതത്തിൽ പലതവണ പരിശോധനകൾ നടത്തി. 1574 ആർച്ച് ബിഷപ്പ് ഗാസാരെ റോഡ്രിഗസ് നടത്തിയ ആദ്യ രഹസ്യാന്വേഷണ വേളയിൽ തന്നെ തിരുവോസ്തിയിൽ ഉണ്ടായത് വലിയ അത്ഭുതമാണെന്നും അതിൽ രൂപമാറ്റം സംഭവിച്ചുവെന്നും കണ്ടെത്തിയിരുന്നു. ഈ അത്ഭുതം നൂറ്റാണ്ടുകളോളം വിശ്വാസികൾക്ക് പ്രചോദനമേകിയെങ്കിലും 1970-71 കാലഘട്ടത്തിൽ ലാൻസിയാനോ ആർച്ച് ബിഷപ്പിന്റെ അഭ്യർത്ഥന പ്രകാരം പോൾ 6-ാമൻ മാർപ്പാപ്പയുടെ അനുവാദത്തോടെ വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അത്ഭുത തിരുവോസ്തി വിധേയമാക്കി. അരിസോയിലെ ആശുപത്രിയുടെ ഡയറക്ടറും അനാട്ടമി, ഹിസ്റ്റോളജി, ക്ലിനിക്കൽ മൈക്രോസ്കോപ്പി എന്നിവയിലെ പ്രൊഫസറുമായിരുന്ന ഡോക്ടർ ഓഡോവാഡോ ലിനോലിയുടെ നേതൃത്വത്തിലായിരുന്നു വിശദമായ പഠനം നടത്തിയത്. സിയന്ന യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ഡോക്ടർ റുഗാറോ ബെർട്ടല്ലി അദ്ദേഹത്തെ സഹായിച്ചിരുന്നു. തുടർന്ന് 1971 മാർച്ച് 4-ന് ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്രീയ പരിശോധനയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. അതിലെ പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകൾ ഇവയായിരുന്നു. തിരുവോസ്തിയിൽ കാണപ്പെട്ട മാംസം യഥാർത്ഥ മാംസമാണ്. കൂടാതെ അത് മനുഷ്യഹൃദയ പേശിയാണ്. മാത്രമല്ല അതൊരു മനുഷ്യഹൃദയത്തിന്റെ പ്രധാന ഘടകങ്ങളായ എൻഡോകാർഡിയം, വാഗസ് നാഡി, ഇടത് വെൻട്രിക്കിളിന്റെ കട്ടിയുള്ള മയോകാർഡിയം എന്നിവയും ഇതിലുണ്ടായിരുന്നു. അതായത് മാംസം പൂർണ്ണമായൊരു ഹൃദയമാണെന്ന് തെളിഞ്ഞു. രക്തക്കട്ടകൾ യഥാർത്ഥ മനുഷ്യ രക്തമാണ്. അതിന്റെ രക്തഗ്രൂപ്പ് AB ആണ് എന്നും ഇത് ടൂറിനിലെ തിരുവസ്ത്രത്തിലെ രക്തഗ്രൂപ്പിന് സമാനമാണ് എന്നും കണ്ടെത്തി. രക്തത്തിലെ പ്രോട്ടീനുകൾ പുതിയ മനുഷ്യ രക്തത്തിൽ കാണപ്പെടുന്ന അതേ അനുപാതത്തിലാണ് ഇപ്പോഴും ഉള്ളത് എന്നും മാംസത്തിലോ രക്തത്തിലോ
ഒരുവിധ പ്രിസർവേറ്റീവുകളുടെയോ കേടുവരാതിരിക്കാനുള്ള രാസവസ്തുക്കളുടെയോ അംശം കണ്ടെത്താൻ സാധിച്ചില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. വീഞ്ഞ് രക്തക്കട്ടയായി മാറിയ 5 രക്തക്കട്ടകളിലെ ശാസ്ത്രീയ കണ്ടെത്തലും ഞെട്ടിപ്പിക്കുന്നവയായിരുന്നു. ഓരോ രക്തക്കട്ടയ്ക്കും 15.85 ഗ്രാം ആയിരുന്നു ഭാരം. ഈ 5 കട്ടകളും ഒരുമിച്ച് ഭാരം നോക്കിയപ്പോൾ 15.8 ഗ്രാം തന്നെയാണ്. അതായത് ഓരോ രക്തക്കട്ടയുടെയും 5 രക്തക്കട്ടയുടെയും ഭാരം ഒന്ന് തന്നെ. 1200 വർഷത്തിലധികം സ്വാഭാവിക അവസ്ഥയിൽ അന്തരീക്ഷ ഘടകങ്ങളുമായി സമ്പർക്കത്തിലായിട്ടും ഇവ കേടുകൂടാതെ നിലനിൽക്കുന്നത് അസാധാരണമായ പ്രതിഭാസമായി ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തി. എങ്കിലും ഈ പഠനങ്ങൾ കൂടുതൽ വ്യക്തമാക്കാൻ 1973 ലോക ആരോഗ്യ സംഘടനയുടെ പ്രധാന ഉപദേശക കമ്മിറ്റിക്ക് ഒരു ശാസ്ത്രീയ കമ്മീഷൻ ചുമതലപ്പെടുത്തുകയുണ്ടായി. ഇതിനെപ്പറ്റി വിലയിരുത്താൻ എടുത്ത 15 മാസ കാലയളവിൽ 500 പരിശോധനകൾ അവർ നടത്തി. ഒടുവിൽ ഡോക്ടർ ഓഡോ വാർഡോയുടെയും സംഘത്തിന്റെയും ഗവേഷണ പഠനങ്ങളിൽ തന്നെയാണ് അവരും എത്തിച്ചേർന്നത്. 1976 ന്യൂയോർക്കിലും ജനീവയിലും UN ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ലാൻസിയാനിലെ തിരുവോസ്തിയിൽ കണ്ട മാംസവും രക്തവും ജീവനുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഇപ്പോൾ മുറിച്ചെടുത്ത മാംസം പോലെ തന്നെ ഇരിക്കുന്നുവെന്ന ഞെട്ടിപ്പിക്കുന്ന ശാസ്ത്രീയ കണ്ടെത്തലുകൾ അങ്ങനെ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു. കത്തോലിക്ക സഭ ഈ അത്ഭുതത്തെ വിശ്വാസയോഗ്യമായ ഒന്നായി ഔദ്യോഗികമായി അംഗീകരിച്ചു. അത്ഭുതം നടന്ന അൾത്താരയ്ക്ക് പ്രത്യേക സ്ഥാനവും നൽകുകയും ചെയ്തു. ഈ അത്ഭുത വസ്തുക്കൾക്ക് ആദ്യ സംരക്ഷകരായി ബെസീലിയൻ സന്യാസികളും പിന്നീട് ബെനഡിക്റ്റൻ സന്യാസികളും ഒടുവിൽ ഫ്രാൻസിസ്കൻ സന്യാസിമാരും ചുമതല ഏറ്റെടുത്തു. ഈ അത്ഭുതത്തിന്റെ തിരുശേഷിപ്പുകൾ സ്വാഭാവികമായ അവസ്ഥയിൽ 1200 വർഷത്തിലധികമായി ഇറ്റലിയിലെ ലാൻസിയാനോയിലെ സാൻ ഫ്രാൻസിസ്കോ പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. പ്രധാനമായും 2 തിരുശേഷിപ്പുകളാണ് ഇവിടെയുള്ളത്. തിരുവോസ്തി മാംസമായി മാറിയതാണ് ഒന്നാമത്തേത്. ഇതൊരു പ്രത്യേക അരുളിക്കയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. തിരുവോസ്തിയിലെ വീഞ്ഞ് രക്തമായി മാറിയത് 5 രക്തക്കട്ടകളായി നിലനിൽക്കുന്ന ഈ രക്തക്കട്ടകൾക്ക് ഒരു സ്ഫടിക പാത്രത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഈ അത്ഭുതം ഇന്നും നശിക്കപ്പെടാതെ ഇരിക്കുന്നെങ്കിൽ അത് നമ്മുടെ വിശ്വാസം കൂടുതൽ ആഴത്തിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി ദൈവം നൽകിയ ദൃശ്യമായ അടയാളങ്ങളാണ്. ദൈവത്തിന്റെ പ്രവർത്തനങ്ങളിൽ സംശയങ്ങളും ചോദ്യങ്ങളും ഒരുപാട് കടന്നു വരുമെങ്കിലും വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ പ്രവർത്തികളെല്ലാം സത്യമാണെന്നും ദൈവിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യമക്കളോടുള്ള ദൈവസ്നേഹത്തിന്റെ അടയാളമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയും. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതുകൊണ്ട് മാത്രം ദിവ്യകാരുണ്യത്തിൽ വിശ്വസിക്കാതെ നമ്മുടെ വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ ഇവയെല്ലാം ഗ്രഹിച്ച് ഓരോ വിശുദ്ധ കുർബാനയിലും നടക്കുന്നത് അത്ഭുതമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാനും ദിവ്യകാരുണ്യ ഭക്തരായി ദൈവത്തെ മഹത്വപ്പെടുത്താനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ.